യുഎസിന്റെ ഗസ സമാധാന പദ്ധതി ഞായറാഴ്ചയ്ക്കകം അംഗീകരിക്കണമെന്ന് ഹമാസിന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം. അല്ലാത്തപക്ഷം ഗസ നരകമാക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. തീരുമാനം വൈകില്ല എന്നും ഫലസ്തീൻ താൽപര്യങ്ങൾ മുൻനിർത്തിയാകും പ്രതികരണമെന്നും ഹമാസ് അറിയിച്ചു. വിവിധ അറബ് രാജ്യങ്ങളും തുർക്കിയെയും പദ്ധതി അംഗീകരിക്കാൻ ഹമാസിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതിനിടെ ഗസ തീരം ലക്ഷ്യമാക്കി നീങ്ങിയ ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടിലയിലെ അവസാന കപ്പലും ഇസ്രായേൽ പിടിച്ചെടുത്തു. നടപടിക്കെതിരെ ലോകവ്യാപക പ്രതിഷേധം തുടരുകയാണ്. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 24 മണിക്കൂറിനിടെ 63 പേർ കൂടി കൊല്ലപ്പെട്ടു. MC നാസർ ദുബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. നാസർ, ഈ ട്രംപ് മുന്നോട്ട് വച്ച 20 പദ്ധതി അത് അംഗീകരിക്കണമെന്നുള്ളൊരു ഭീഷണിയൊക്കെ ട്രംപ് അതിനോട് പിന്നാലെ തന്നെ ഹമാസിന് നൽകിയിട്ടുണ്ടായിരുന്നു. 4 ദിവസത്തെ സമയം നൽകുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ അന്ത്യശാസനം നൽകിയിരിക്കുന്നു. എന്താണ് ഹമാസിന്റെ നിലപാട്? എന്തെങ്കിലും പുറത്തു വന്നോ? ഇവിടുത്തെ നേരത്തെയും ട്രംപ് നിരവധി തവണ ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് തുടർച്ചയായിട്ട് മാത്രമാണ് ഈ ഒരു എന്തായാലും ഞായറാഴ്ച വൈകിട്ട് വാഷിംഗ്ടൺ സമയം 6 മണി എന്നൊരു സമയമാണ് ഇപ്പോൾ പരിധി നിർണ്ണയിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് ഈ 20 പദ്ധതി ഹമാസ് നേതൃത്വം അംഗീകരിക്കണം. അല്ലാത്ത പക്ഷത്തിൽ മാക്കി മാറ്റുമെന്നും ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഹമാസിന് നേരെ തുടരുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ിക്കുന്നത്. ഈ പദ്ധതി ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ പശ്ചിമേഷ്യൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഒരു സമാധാനപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരും. നാസർ തുടരൂ. നാസറിലേക്ക് എത്താം. നാസർ, പറയുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തമായി കേൾക്കാൻ സാധിക്കുന്നില്ല. ടെലിഫോൺ ലൈനിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തായാലും US ഒരു 20 പദ്ധതിയാണ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമാധാന പദ്ധതി ഞായറാഴ്ചയ്ക്കകം അംഗീകരിക്കണം എന്നാണ് ഹമാസിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അന്ത്യശാസനം നൽകിയിരിക്കുന്നത്. നേരത്തെയും അദ്ദേഹം ഇതുപോലുള്ള ഭീഷണി തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ഈ പദ്ധതിക്ക് പിന്നാലെ 4 ദിവസത്തിനകം ഹമാസ് നിലപാട് അറിയിക്കണം എന്നുള്ള ഒരു ഭീഷണിയായിരുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നത്. അതല്ല എങ്കിൽ ഇസ്രായേൽ അവരുടേതായ വഴിക്ക് മുന്നോട്ട് പോകുമെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഇതിപ്പോഴിതാ ഞായറാഴ്ചക്കുള്ളിൽ ഈ തീരുമാനം അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ 2 ദിവസം കൂടിയാണ് ട്രംപ് ഹമാസിന് മുന്നിൽ വെക്കുന്ന ഈ ഒരു സമയം എന്ന് പറയുന്നത്. തീരുമാനം വൈകില്ല എന്നും ഫലസ്തീൻ താൽപര്യങ്ങൾ മുൻനിർത്തിയാകും പ്രതികരണം എന്നുമാണ് ഹമാസ് അറിയിക്കുന്നത്. അതേസമയം ഈ 20 പദ്ധതിയോട് മറ്റ് ലോകരാഷ്ട്രങ്ങളും അംഗീകരിക്കുന്നുണ്ട്. ഹമാസിന് മേൽ ഈ തുർക്കിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ പദ്ധതി അംഗീകരിക്കണം എന്നുള്ളൊരു സമ്മർദ്ദം കൂടി ചെലുത്തുന്നുണ്ട്. തീർച്ചയായും ഒരു വെടിനിർത്തലിലേക്ക് സാഹചര്യങ്ങൾ പോകണമെന്ന് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത്. MC നാസർ തുടരുന്നുണ്ട്. നാസർ, കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. പറയൂ, തുടരാം. അമൃത, വലിയ മുന്നറിയിപ്പാണ് ഇപ്പോൾ ട്രംപ് വീണ്ടും നൽകിയിരിക്കുന്നത്. ഞായറാഴ്ച വൈകിട്ട് വാഷിംഗ്ടൺ സമയം 6 മണി. ഈ സമയത്തിനുള്ളിൽ 20 പദ്ധതിയും ഹമാസ് അംഗീകരിക്കണം. അതല്ലാതെ അവർക്ക് മുമ്പിൽ മറ്റൊരു മാർഗമില്ല. അവർക്ക് ഇനി ഒരു അവസരം താൻ നൽകുകയുമില്ല. അതുകൊണ്ട് ആ പദ്ധതി അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പദ്ധതി നടപ്പാക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ ഗസയിൽ സമാധാനം പുലരും, ഈ ആക്രമണം അവസാനിക്കും എന്ന് വിശദീകരിക്കാനും ട്രംപ് മറന്നിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ അല്പം മുമ്പ് ട്രംപുമായിട്ട് ടെലിഫോണിൽ സംസാരിച്ചു. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം വെടിനിർത്തൽ ഉടൻ വേണം, ആക്രമണം പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഒരു പശ്ചിമേഷ്യൻ സമാധാന പദ്ധതി കുറെ കൂടി പ്രാവർത്തികമാക്കാൻ എളുപ്പമായിരിക്കുമെന്ന ഒരു നിർദ്ദേശം ഉർദുഗാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ പ്രതികരണം എന്ത് എന്ന് വ്യക്തമായിട്ടില്ല. എന്തായാലും ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ 2 ദിവസം മാത്രമാണ് ഇനി സമയം ബാക്കി നിൽക്കുന്നത്. അതിന് മുമ്പ് തന്നെ ഒരു തീരുമാനം ഉണ്ടായിരിക്കണമെന്ന് കൂടി ട്രംപ് ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ തിരക്കിട്ട കൂടിയാലോചനകൾ ഹമാസ് നേതൃത്വം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസ് മാത്രമല്ല, ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള പോരാളി സംഘടനകളും സജീവമായിട്ട് തന്നെ ഈ ചർച്ചകളിൽ ഭാഗഭാക്കാണ്. 3 രാജ്യങ്ങൾ, ഖത്തർ, ഈജിപ്ത്, തുർക്കി, ഈ 3 രാജ്യങ്ങളുമായിട്ടാണ് ഹമാസ് നേതൃത്വം ഇപ്പോൾ ആശയവിനിമയം തുടർന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ പദ്ധതി അംഗീകരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം. അതുകൊണ്ട് അത്തരമൊരു നീക്കം സ്വീകരിക്കണമെന്നാണ് ഹമാസിനോട് 3 രാജ്യങ്ങളും ആവശ്യപ്പെട്ടിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും റഷ്യ ഉൾപ്പെടെയുള്ള വൻശക്തി രാജ്യങ്ങളും ഒക്കെ ഈ പദ്ധതിയോട് അനുഭാവം പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ മറ്റൊരു ഓപ്ഷൻ തങ്ങൾക്ക് മുമ്പിലില്ല എന്നുകൂടി ഈ രാജ്യങ്ങൾ ഹമാസിനെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഹമാസ് നേതൃത്വം ഇന്നലെ വൈകിട്ട്
വൈകിട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് പലസ്തീൻ താല്പര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് മാത്രമായിരിക്കും തങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം. എന്തായാലും ആ തീരുമാനം ഒട്ടും വൈകുകയില്ല. നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ ആ തീരുമാനം മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കാമെന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞായറാഴ്ച വൈകിട്ട് അമേരിക്കൻ സമയം 6 മണി, അതിനു മുമ്പ് തന്നെ ഒരു തീരുമാനം ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കും. ആ തീരുമാനം അനുകൂലമായാലും പ്രതികൂലമായാലും തുടർന്നുള്ള നീക്കങ്ങൾ വളരെ വളരെ നിർണായകമായിരിക്കും. അമൃത.